വിവാഹ സൽക്കാരത്തിനിടെ കൂട്ടത്തല്ല് ഭക്ഷണം വിളമ്പുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ വരന്റെ സഹോദരി ഭർത്താവ് ഉൾപ്പെടെയുള്ള 10ഓളം പേർക്ക് മർദ്ദനമേറ്റു. കാറ്ററിംഗ് തൊഴിലാളികളും കുടുംബാംഗങ്ങളും തമ്മിലാണ് അടിയുണ്ടായത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൗകര്യം. ഇനി വണ്ടിപ്പെരിയാറിൽ ഹോം അപ്ലയൻസസുകൾക്ക് ഒരേ ഒരു പേര്, സെൽ പോയിന്റ് ഹോം അപ്ലയൻസസ്, അസംഷൻ ദേവാലയത്തിന് എതിർവശം, സെൻട്രൽ ജംഗ്ഷൻ, വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി സ്വദേശികളുടെ വിവാഹ ചടങ്ങിനിടെയാണ് സംഭവം ഉണ്ടായത്. വിവാഹം കഴിഞ്ഞ ശേഷം വിരുന്നുകാരുടെ സൽക്കാരത്തിലായിരുന്നു ബന്ധുക്കളും മറ്റും. ഏറ്റവും അവസാന ഭാഗത്താണ് വരന്റെ സഹോദരിയും ഭർത്താവും ഉൾപ്പെടെയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കാൻ എത്തിയത്. ഈ സമയം ടേബിൾ മറ്റും വൃത്തിയാക്കിക്കൊണ്ടിരുന്ന കാറ്ററിംഗ് തൊഴിലാളികൾ ഇവർ ഇരുന്ന കസേരയിൽ ഭക്ഷണം വിളമ്പാൻ കഴിയില്ല എന്ന് കാറ്ററിംഗ് തൊഴിലാളികൾ പറഞ്ഞു. തുടർന്നുണ്ടായ തർക്കമാണ് അടിയിൽ കലാശിച്ചത്. സ്ത്രീകൾ ഉൾപ്പെടെ 10ഓളം ആളുകൾക്കാണ് പരിക്കേറ്റതും. ഇവിടെ വിളമ്പാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞപ്പോഴാണ് അങ്ങോട്ടും വാക്കുതർക്കമൊക്കെ ഉണ്ടായത്. കാറ്ററിംഗ്കാരുടെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് ഇവിടെ വിളമ്പാന്ന് പറഞ്ഞെങ്കിൽ പ്രശ്നം വരത്തില്ലായിരുന്നു. അവരിവിടെ വിളമ്പത്തില്ല, നിങ്ങൾ മാറി സീറ്റ് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത്. എന്നിട്ട് വാക്കുതർക്കം ഉണ്ടായി, അങ്ങോട്ടും അടിയും പിടിയാക്കി. അവരാണ് പിള്ളേരെ ഇവിടെയൊക്കെ ഇങ്ങനെ തല്ലി. വന്നിട്ട് പോലും പോലീസ് പറയുന്ന എന്നെ അടുത്തതാണ് അവന്മാർ വെള്ളത്തിൻ്റെ പുറത്താണ്. ഞാൻ ഡോക്ടറെ അടുത്തൊന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡോക്ടറെ എടുത്തപ്പോൾ ഡോക്ടർ ഏതെല്ലാം സേനൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഡോക്ടറെ അടുത്ത് പോലും പറഞ്ഞു എന്നാന്നറിയാം. അപ്പം ഞങ്ങൾ വെള്ളം എടുക്കുന്നത് എൻ്റെ പെൺപിള്ളയ്ക്കും എൻ്റെ കുഞ്ഞിനും ഫുഡ് കിട്ടാത്ത കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വളർത്തണം. ഓരോ ഫംഗ്ഷൻ ഉണ്ടാകും. ഫുഡ് കൊടുത്തില്ല. എന്നാന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അല്ല, വേറെ ടേബിളിൽ പോയി ഇരിക്കാൻ. നമ്മൾ അവരുടെ തൊട്ടടുത്ത മുന്നിലായിരിക്കുന്നത് പിള്ളേർ. അവർ വിളമ്പുന്ന ടേബിളിൻ്റെ മുന്നിലായിരിക്കും. അപ്പോൾ ഈ സംഭവം കൊടുക്കാൻ പറ്റാത്ത എന്നാന്ന് ഞാൻ ഓണറെടുത്ത് ചോദിച്ചു. ആ ഓണറെടുത്ത് ചോദിച്ചപ്പോൾ രണ്ടുപേരും എനിക്ക് തലക്കിൻ്റെ അടി താഴെ കളഞ്ഞു. വീണപ്പോൾ ഒരു ഇതുണ്ട്, മറ്റേ ചട്ടുകം കൊണ്ട് ഇടിക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തീരാൻ വേണ്ടി പിടിച്ചത് അതേ കയ്യിലടി. എന്നിട്ടാണ് ഇത് പിടിച്ചത്. അന്നേരം ഒരു ചരുവം കൊണ്ടിട്ട് മണ്ടയിൽ അടിച്ചു താഴെ കളഞ്ഞു. താഴെ കറിയൊക്കെ കളഞ്ഞപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റും. താഴെ വീണപ്പം എന്നെ ഇടിച്ച് ചവിക്കാനാകുമ്പോൾ പിള്ളേർ കയറി പിടിച്ചു. ഇത്രേ ഉള്ളൂ. ഇവരെ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തു. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.